എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മോർഗൻ ഹൗസൽ എന്ന് പറഞ്ഞ വ്യക്തി, ഒരു എഴുത്തുകാരൻ, സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഈയിടെ ഞാൻ വായിക്കാനിടയായി. ആ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 6 പോയിന്റുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. പൈസയ്ക്ക് സൈക്കോളജി ഇല്ല. എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിൽ സൈക്കോളജി ഉണ്ട്. അതേപോലെ എങ്ങനെ പൈസ കൈവശം വെക്കാം, എങ്ങനെ ആ പൈസയെ ഗ്രോ ചെയ്യാം എന്നുള്ളതിലാണ് സൈക്കോളജി ഉള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കുക. മോർഗൻ ഹൗസലിൻ്റെ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിലെ 6 പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന്, നിങ്ങളുടെ സാമ്പത്തികമായ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഔട്ട്ലുക്ക് അത് സാധാരണഗതിയിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഹിസ്റ്ററിയിൽ അധിഷ്ഠിതമായിരിക്കാം. ഓരോരുത്തരുടെയും പൈസയുമായുള്ള എക്സ്പീരിയൻസ് വേരി ചെയ്യും. പലർക്കും പൈസ നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒട്ടും വരാത്തതായിരിക്കാം, അതല്ലെങ്കിൽ അത് എങ്ങനെ ചെലവഴിക്കണം എന്ന് കൃത്യമായി മനസ്സിലാകാത്തതായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, അവരുടെ ഹിസ്റ്ററി, അവരുടെ ജീവിത ശൈലി, ഇതിലെല്ലാം ആസ്പദമായിട്ടായിരിക്കും ഒരാളുടെ പൈസയുമായിട്ടുള്ള മണിയുമായിട്ടുള്ള പെർസ്പെക്റ്റീവ്. അതേപോലെ ചില സാഹചര്യങ്ങളിൽ പൈസ എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതും പൈസ എങ്ങനെ സ്വരുക്കൂട്ടണം, സേവ് ചെയ്യണം എന്നുള്ളതുമെല്ലാം സാമൂഹികമായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 200 രൂപ വെച്ചൊരു വ്യക്തി സേവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ, അതായത് സാമ്പത്തികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ രൂപവൽക്കരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അടുത്തത്, ഈ പൈസ നമ്മൾ സ്വരുക്കൂട്ടുന്നത്, അതായത് ശേഖരിച്ച് വെക്കുന്നത്, സമ്പാദിക്കുന്നതും അതേപോലെ അതിനെ ശേഖരിച്ച് വെക്കുന്നതും രണ്ടും രണ്ടായിട്ട് കാണണം. സമ്പാദിക്കുന്നതിന് ഒരു പക്ഷേ കുറച്ച് ഹാർഡായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കേണ്ടി വന്നേക്കാം, കുറച്ച് കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വന്നേക്കാം, ഒരുപാട് കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആകേണ്ടി വന്നേക്കാം. ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് പൈസ, മണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ പൈസ നമ്മുടെ കൈവശം വയ്ക്കുവാൻ, അല്ലെങ്കിൽ സേവിങ്സ് ചെയ്യുവാൻ, ഡെപ്പോസിറ്റ് ചെയ്യുവാൻ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ നേരെ തിരിച്ചുള്ള ഒരു അപ്രോച്ചാണ് ആവശ്യം. കുറച്ചുകൂടി ഒന്ന് ഹ്യൂമിഡിറ്റിയോടുകൂടി കാര്യകാരണ സഹിതം കാര്യങ്ങളെ ഭംഗിയായി പഠിച്ച് അങ്ങനെയെല്ലാം നമ്മൾ ഈ പൈസയെ നമ്മുടെ കൈവശം നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് അത് നമ്മുടെ കൂടെ നിൽക്കുക. ഒരു പക്ഷേ ഒരല്പം സംശയരോഗവും കൂടി നമുക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്ന് ലേഖകൻ പറയുന്നുണ്ട്. അതായത് പൈസ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഇട്ടാൽ അത് നഷ്ടപ്പെട്ടാലോ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടാൽ അത് നഷ്ടപ്പെട്ടാലോ, പെട്ടെന്ന് നഷ്ടപ്പെട്ടാൽ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണി ബോണ്ടിലിട്ടാൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടാലോ എന്നുള്ള തരത്തിലുള്ള ചിന്തകളും ഒരു വ്യക്തിക്ക് അത്യാവശ്യമാണ്. നെഗറ്റീവ് ചിന്തകൾ, സംശയം എന്ന് പറയുന്നത് പോലുള്ള ചിന്തകളും അത്യാവശ്യമാണ് എന്നാണ് നമ്മുടെ ഈ ലേഖകൻ പറയുന്നത്. അടുത്ത പോയിന്റ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെൽത്ത്, അതായത് സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും പൈസയല്ല. ഫ്രീഡം ഓഫ് കൺട്രോളിങ് ദ ടൈം, അല്ലെങ്കിൽ നമ്മുടെ സമയത്തെ കൃത്യമായി കൺട്രോൾ ചെയ്യുവാനുള്ള നമ്മുടെ കഴിവാണ് നമ്മുടെ സമ്പാദ്യം. അതായത് ഈ പൈസയ്ക്ക് പിന്നാലെ പോകുമ്പോൾ പലരും ജീവിതം മറന്നു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പൈസയ്ക്ക് പിന്നാലെ പോകുമ്പോൾ ജീവിതം മറന്നു പോകുന്നു, ജീവിക്കാൻ മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ആ പൈസ കൊണ്ട് നമുക്ക് ഉപകാരമില്ലാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മുടെ കൈവശം പൈസയുണ്ടെങ്കിലും ആ പൈസയെ കൃത്യമായി ഉപയോഗിക്കാൻ, നമ്മുടെ ലൈഫിനെ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ, മറ്റുള്ളവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാതെ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ തക്കവണ്ണമുള്ള കപ്പാസിറ്റി, അതിനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് ധാരാളം സമയം ഉണ്ടാവണം. ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യവും നമുക്കുണ്ടാവണം. അടുത്ത പോയിന്റ്, പൈസ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ പൈസ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ളത്. സമ്പാദിച്ച് കഴിയുന്ന പൈസനെ നമ്മൾ വെറുതെ വീട്ടിനകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ അത് വളരില്ലല്ലോ. ഇതെങ്ങനെ വളർത്തണം എന്നുള്ളത്. അപ്പോൾ എങ്ങനെ വളർത്തണം? സാധാരണഗതിയിൽ റിസ്കി എലിമെൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. അതേസമയം ഒട്ടും റിട്ടേൺ തരാത്ത കാര്യങ്ങളും ചെയ്യാതിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരാം. ഷോർട്ട് ടേം
ആയിട്ടുള്ള ഗ്രോത്ത് അല്ല. ഇപ്പോൾ പെട്ടെന്ന് ഒരു 5 മാസം 6 മാസം കൊണ്ട് 15% റിട്ടേൺ നമുക്ക് തരുന്നു. അതല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് 15%മോ 14%മോ റിട്ടേൺ തരുന്നു. പക്ഷേ ലോങ് ടേമിലേക്ക് റിട്ടേൺ കുറവാണ് എന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യരുത്. പകരം നേരെ തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേമിന് ചെയ്യുക. ഇത്തിരി പലിശ കുറവാണെങ്കിലും 11%, 12% ആണെങ്കിലും റിട്ടേൺ എപ്പോഴും ഡെപ്പോസിറ്റ്സ് നമ്മൾ ലോങ് ടേമിലേക്ക് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേമിലേക്ക് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന 4ാമത്തെ പോയിന്റ്. അടുത്തതായി അദ്ദേഹം പറയുന്ന അടുത്ത പോയിന്റ്, എല്ലാവർക്കും ഈ സേവിങ്സ് എന്നുള്ളത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മളെല്ലാം കണ്ടുവച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സേവിങ്സ് ഒരിക്കലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയല്ല, അത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. പർപ്പസിന് വേണ്ടി സേവ് ചെയ്യുമ്പോൾ ആ പർപ്പസിന് ഈ പൈസ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ആ പൈസ ഇല്ലാത്ത അവസ്ഥ വരുന്നു. അതേസമയം ലോങ് ടേം പ്ലാനിങ് നമ്മുടെ ജീവിതകാലം മുഴുവൻ വരുന്ന തരത്തിലുള്ള സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നമ്മളെ സഹായിക്കും. അത്യാവശ്യ ഘട്ടത്തിൽ ആ പർപ്പസിന്, ഏത് പർപ്പസാണോ ഉദ്ദേശിക്കുന്നത് ആ പർപ്പസിന് നമുക്ക് ആ പൈസ ഉപയോഗിക്കാനും കഴിയും എന്ന് അദ്ദേഹം പറയുന്നു. അടുത്തതായി അദ്ദേഹം 6ാമത്തെ പോയിന്റ്, അവസാനത്തെ പോയിന്റായി അദ്ദേഹം പറയുന്നത്, നിങ്ങൾ കാണുന്നതല്ല നിങ്ങളുടെ സമ്പാദ്യം എന്നാണ്. നമുക്കൊരു പക്ഷേ വളരെ വിലപിടിപ്പുള്ള കാറുകളുണ്ടാവാം, അല്ല വലിയ വീടുണ്ടാവാം, പോഷായിട്ടുള്ള ലൊക്കാലിറ്റിയിൽ വീട് നമ്മൾ കെട്ടാം, സ്വർണ്ണ ചെയിനും അതേപോലെ നമ്മുടെ ഈ ആങ്ക്ലെറ്റും നമ്മുടെ മോതിരങ്ങളുമൊക്കെ ധാരാളം വിട്ട് നടക്കുന്ന ആളുകൾ, ഇതെല്ലാം ഷോ ഓഫ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാണുന്നതല്ല അല്ലെങ്കിൽ കാണിക്കുന്നതല്ല സമ്പാദ്യം, അത്യാവശ്യ സമയത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് സമ്പാദ്യം എന്നാണ് അദ്ദേഹം പറയുന്നത് 6ാമത്തെ പോയിന്റായി. അപ്പോൾ ഈ സമ്പാദ്യം നല്ലതാണ്, സമ്പാദ്യം സേവിങ്സ് ആവണം, അത് കോമ്പൗണ്ടിങ് ആവണം, വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ളതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ഈ 6 പോയിന്റുകൾ. അദ്ദേഹം പറയുന്ന മുഴുവൻ പുസ്തകം വായിക്കണം എന്നുള്ളവർക്ക് അവൈലബിൾ ആണ്. സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞ പുസ്തകം, നിങ്ങൾക്കത് വായിക്കാം. അത് വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 6 പോയിന്റാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം.